കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവജന പഠനത്തിനായി കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യും. ഈ സൂം പ്ലാറ്റ്ഫോം ദൈവജനം പഠിക്കാൻ വന്ന കർത്താവ് വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും ഹൃദയാംഗമായി സൂം പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. ഇതിനെ തുടർന്ന് യൂട്യൂബിൽ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തു നിസ്തുല നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളു. നമുക്ക് അവിടെ വളരെ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടുകൂടി രാത്രി നമുക്കായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യത്തിൽ, ആ ബോധ്യത്തിൽ നമുക്കായിരിക്കാൻ ദൈവം കൃപ നൽകട്ടെ. നമ്മൾ എഹെസ്കേലിന്റെ പുസ്തകം 22-ാം അധ്യായമാണ് പഠിച്ച് കഴിഞ്ഞത്. 22-ാം അധ്യായം അത് പ്രധാനമായും 3 അരുളപ്പാടുകൾ അതിനകത്തുണ്ട്. ആ അധ്യായം ആരംഭിക്കുന്നതിനെ എഹെസ്കേലിനോട് ദൈവം ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. ആ ചോദ്യത്തിലൂടെ ദൈവം നീതിമാനാണെന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന നിലയുടെ ചോദ്യമാണ് എഹെസ്കേലിനോട് ദൈവം ചോദിക്കുന്നത്. ആദ്യത്തെ അരുളപ്പാടിൽ, അതാ ഓറക്കിളിൽ, രക്തച്ചൊരിച്ചിലും വിഗ്രഹാരാധനയെ കുറിച്ചാണ് പറയുന്നത്. ദൈവം അവർക്ക് നിയമങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും ദൈവം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ദൈവം അവർക്ക് കൊടുത്തിരുന്നു. ദൈവം അവർക്ക് കൊടുത്ത നിയമങ്ങളെയും പ്രമാണങ്ങളെയും കൽപ്പനകളെയും എല്ലാം 22-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതെല്ലാം അവർ പുച്ഛിച്ചു തള്ളുന്നു. അതിനോടെല്ലാം അവർ മത്സരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ വരുമ്പോൾ യഹോവയായ ദൈവം ആ അരുളപ്പാട് ഒരു ചോദ്യത്തോടുകൂടി അവസാനിക്കുന്നു. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അരുളപ്പാട് അവസാനിക്കുന്നത്. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കും. രണ്ടാമത്തെ ഓറക്കിളിൽ അരുളപ്പാടിൽ വരുമ്പോൾ സ്വർണവും വെള്ളിയും മറ്റും ഉലയിൽ ഇട്ടിടുമ്പോൾ അത് ഉരുകുന്നു, കീടങ്ങൾ മാറുന്നു, രണ്ടും വേർതിരിക്കപ്പെടുന്നു. അതിനകത്തുള്ള കീടങ്ങൾ കൊണ്ട് ഒന്നും പണിയുവാൻ കഴിയത്തില്ല. ഇവിടെ യഹോവയായ ദൈവം പറയുന്നു, ഇസ്രായേൽ വെറും കീടങ്ങളാണ്. അതുകൊണ്ട് അവരെ ശുദ്ധീകരിച്ചെടുക്കണമെങ്കിൽ ഉലയിൽ ഇടണം. അങ്ങനെ ദൈവം അവരെ ഉലയിൽ ഇടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കണം. തീച്ചൂളക്കകത്ത് വിട്ട് അവരെ ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ ഉറക്കളിനകത്ത് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നത്, ശുദ്ധിയില്ലാത്തതും മഴയില്ലാത്തതുമായ ഒരു ക്രോധ ദിവസം വരുന്നു എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. നാം ആ ഭാഗം കാണുമ്പോൾ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും എല്ലാം ചേർന്നൊരു ഗൂഢാലോചന നടത്തുന്നതായി കാണുന്നു. ദൈവം ഏൽപ്പിച്ചതായ രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും തങ്ങളുടെ ഉത്തരവാദിത്വം മറന്ന് തങ്ങളെ ഏൽപ്പിച്ച സ്ഥാനത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവരായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. പ്രവാചകന്മാർ ദൈവം കൊടുക്കാത്ത കാര്യങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞ് ജനത്തെ ഇളക്കി മറിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അവരെല്ലാം പ്രവർത്തിക്കുന്നത് ദൈവജനത്തിന് വേണ്ടിയോ ദൈവത്തിന് വേണ്ടിയല്ല, തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ആ അധ്യായം അവസാനിക്കുമ്പോൾ 30-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ മതിൽ കെട്ടി എൻ്റെ മുമ്പാകെ
ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, കണ്ടില്ല താനും. അങ്ങനെ പറഞ്ഞാണ് ആ അരുളപ്പാട് അവിടെ അവസാനിക്കുന്നത്. ഞാൻ ഇതിന്റെ നടുവിൽ, മതിലില്ലാതെ കിടക്കുന്ന ഈ ജനത്തിന്റെ നടുവിൽ, ശുദ്ധവും മലിനവും തമ്മിൽ വേർതിരിച്ചിരുന്ന മതിലുകൾ ഇടിഞ്ഞു. ആ ലൈനുകളൊക്കെ മാറി. അപ്പൊ അതിന്റെ നടുവിൽ ഉത്തരവാദിത്തോടെ, നീതിയോടെ, പരമാർത്ഥതയോടെ നിന്ന് പ്രവർത്തിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ? അതിന് നടുവിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ആരെങ്കിലും ഉണ്ടോ? ആ മതിലൊന്ന് പണിയുവാൻ മുൻകൈ എടുക്കുവാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് ആരെയും കണ്ടില്ല. അവസാനം യഹോവയായ ദൈവം പറയുന്നു, ഞാൻ അവരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം, നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ അധ്യായം അവിടെ അവസാനിക്കുന്നത്. ഞാൻ അവരുടെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം നൽകും, പകരം കൊടുക്കും എന്ന് പറഞ്ഞാണ്. നമുക്ക് ഈ 3 ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന 3 കൂട്ടം കാര്യങ്ങൾ. ഒന്ന്, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനം അവരവർക്കറിയാം. ആ സ്ഥാനത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടോ? നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? യഹോവയായ ദൈവം നമ്മൾ കണക്ക് തീർക്കുന്ന ഒരു നാളുണ്ട്. നമുക്ക് ഇന്ന് മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കണ്ടുപിടിക്കുവാനും മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുവാനും അത് നമ്മുടെ തെറ്റല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാനൊക്കെ കഴിയും. എന്നാൽ യഹോവയായ ദൈവത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ ഒഴിഞ്ഞു മാറാൻ കഴിയത്തില്ല. അന്ന് നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? നമുക്ക് അവന് മുമ്പിൽ ധൈര്യത്തോട് നിൽക്കുവാൻ കഴിയുമോ എന്നൊരു ചോദ്യമാണ്. ഈ ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം. എന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഞാൻ എങ്ങനെയാണ് എനിക്ക് ധൈര്യത്തോട് നിൽക്കാൻ കഴിയും? മറ്റൊന്ന്, യഹോവയായ ദൈവം എന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് എനിക്ക് മതിലിന്റെ നടുവിൽ, ആ വിടവന്റെ നടുവിൽ നിന്ന് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അബ്രഹാമിനെ പോലെ എനിക്ക് മധ്യസ്ഥ ചെയ്യാൻ കഴിയുമോ? നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് മനസ്സിലാക്കാം. നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാം. എന്തിനായി വിളിച്ചു വേർതിരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഉത്തരവാദിത്വം ഉള്ളവരായി നമ്മൾ നമ്മളെ തന്നെ കണ്ടുണർന്നേ. ഉത്തരവാദിത്വം ഒരിക്കലും പുറകോട്ട് പോകാനല്ല, അതിന്റെ ഇടിവിൽ നിൽക്കുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ വളർന്ന് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ആ വിടവ് നികത്തുവാൻ, അവിടെ ഒരു മതിൽ കെട്ടുവാൻ പരമാർത്ഥതയോടെ, വിശ്വസ്തയോടെ നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് നിൽക്കുവാൻ കൃപ നൽകണമെന്ന് നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഈ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ഉത്തമ ബോധ്യവും ഒരു പ്രാർത്ഥന ഉണ്ടാകട്ടെ. ദൈവമേ, എന്നെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തത മധ്യസ്ഥ അണയ്ക്കുവാൻ, നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്നെ ഒരുക്കിയെടുക്കണമേ, എന്നെ നിലനിർത്തണമെന്ന് നമ്മുടെ ദൈവത്തോടങ്ങ് പ്രാർത്ഥിക്കും. നമുക്കിനി 23-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 23-ാമത്തെ അധ്യായം, ചാപ്റ്റർ 23. ഈ 23-ാം അധ്യായം 16-ാം അധ്യായം, യെഹെസ്കേലിന്റെ പുസ്തകം 16-ാം അധ്യായം, അതിൻ്റെ അകത്ത് പറയുന്ന ഇസ്രായേലിന്റെ ചരിത്രത്തെക്കുറിച്ച് 16-ാം അധ്യായത്തിൽ പറയുന്നു. ആ ജനിച്ചു വീണ സമയം, എവിടെ ജനിച്ചു വീണു, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ അധ്യായത്തിൽ അവരുടെ ആരംഭ കാലഘട്ടം മുതൽ ചില ഉപമകളിലൂടെ അലഗോറിക്കലായി ചില വിഷയങ്ങൾ എടുത്ത് ചൂണ്ടിക്കാണിച്ച് പറയുന്നു. അതുപോലെ തന്നെയുള്ള ഒരു അധ്യായമാണ്. ആ 16-ാം അധ്യായത്തിൽ ഉപയോഗിച്ചിരുന്ന ചില പദപ്രയോഗങ്ങൾ
നമുക്ക് വായിക്കുവാനും കേൾക്കുവാനും ബുദ്ധിമുട്ടുള്ള ചില പദപ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെയുള്ള ചില പദപ്രയോഗങ്ങൾ ഈ 23-ാമത്തെ അധ്യായത്തിനകത്തുമുണ്ട്. അതുകൊണ്ട് നമുക്ക് വെറുപ്പുളവാക്കുന്ന നിലയിലുള്ളതായ ചില പദപ്രയോഗങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അലഗോറിക്കൽ ആലങ്കാരികമായി ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങളാണെന്ന് മനസ്സിലാക്കി നമ്മൾ ആ നിലയിൽ ദൈവവചനത്തെ കാണുക, നമുക്ക് പഠിക്കുക. ഈ 23-ാം അധ്യായത്തിൽ പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്നത് വിദേശ ശക്തികളുമായുള്ള അവരുടെ ഗൂഢാലോചനകൾ. ഇതിനകത്ത് 23-ാം അധ്യായത്തിൽ വരുമ്പോൾ വടക്കേ രാജ്യവും തെക്കേ രാജ്യവും ഉണ്ട്. രണ്ടിന്റെയും കാര്യം പറയുന്നുണ്ട്. അത് തന്നെയായിരുന്നു 16-ാമത്തെ അധ്യായത്തിലും അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. രണ്ട് രാജ്യങ്ങളെ കുറിച്ചും പറഞ്ഞിരുന്നു. ഈ രണ്ട് രാജ്യങ്ങളും വിദേശ ശക്തികളുമായി ഒരു സഖ്യബന്ധത്തിൽ ഏർപ്പെട്ടു. അലയൻസ്, സഖ്യകക്ഷികളായി. എന്തിനാണ് ഈ സഖ്യത ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ ആ ഭാഗം പഠിക്കുമ്പോൾ, രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദൈവത്തിലുള്ള ആശ്രയം കുറവുകൊണ്ടും ആശ്രയം ഇല്ലാത്തത് കൊണ്ടാണ് സഖ്യത മറ്റ് രാജ്യങ്ങളുമായി പുലർത്തുവാൻ ശ്രമിക്കുന്നത്. ആ കാലഘട്ടത്തിലെ ഉയർന്ന പവറുള്ള രാജ്യങ്ങളുമായി സഖ്യത ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നതായി കാണുന്നുണ്ട്. അതിന് കാരണം ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയമില്ലാത്തത് കൊണ്ടാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. തന്നിമിത്തം അവിടെ അധപ്പതനത്തെക്കുറിച്ച്, അവരുടെ വീഴ്ചയെക്കുറിച്ച് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കനാന്യ ദേവന്മാരെ ആരാധിച്ച് ദൈവത്തോടെ അവിശ്വസ്തരായി തീർന്ന, അവരുടെ ദൈവങ്ങളുമായി ഇടകലർന്ന് പരസംഗം ചെയ്യുന്ന വ്യഭിചാരികളായി മാറിയ നിലയിലാണ് ദൈവം ഈ അധ്യായത്തിൽ അവരെ കുറിച്ച് പറയുന്നത്. യഹോവയായ ദൈവം ഇസ്രായേലിന് വാഗ്ദത്തങ്ങൾ നൽകിയിരുന്നു. ആ വാഗ്ദത്തങ്ങൾ ഒരു പുരുഷൻ തന്റെ ഭാര്യയ്ക്ക് നൽകുന്ന വിവാഹ വാഗ്ദത്തങ്ങൾ പോലെയായി. എന്നാൽ ഇസ്രായേൽ രാഷ്ട്രം രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ യഹോവയായ ദൈവം ഈ രണ്ട് രാജ്യങ്ങളോടും പ്രത്യേകമാകുന്ന ബന്ധം യഹോവയായ ദൈവത്തിനുണ്ടായിരുന്നു. എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളും ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയില്ല. അതിനാൽ ദൈവം അവരെല്ലാം പരസംഗം ചെയ്യുന്നു എന്ന് അവരെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു. അവരെ പാപങ്ങൾ വളരെ കാലം തുടർന്നു. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വടക്കേ രാജ്യത്തിനും കഴിഞ്ഞില്ല, തെക്കേ രാജ്യത്തിനും കഴിഞ്ഞില്ല. ഇതാണ് ഈ അധ്യായത്തെക്കുറിച്ചുള്ള ഒരു ജനറൽ ആയിരിക്കുന്ന ഐഡിയ. നമുക്കിനി അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ചാപ്റ്റർ 23, എസെക്കിയേൽ ചാപ്റ്റർ 23 വേഴ്സസ് 1 to 4. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, ഒരമ്മയുടെ മക്കളായ 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർ മിസ്രയീമിൽ വെച്ച് പരസംഗം ചെയ്തു. യൗവനത്തിൽ തന്നെ അവർ പരസംഗം ചെയ്തു. അവിടെ അവരുടെ മുല പിടിച്ച് അവരുടെ കന്യാകുചാഗ്രം ഞെക്കി. അവരിൽ മൂത്തവൾക്ക് ഒഹോലോ എന്നും ഇളയവൾക്ക് ഒഹോലീബ എന്നും പേരായിരുന്നു. അവർ എനിക്കുള്ളവരായിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും പ്രസവിച്ചു. അവരുടെ പേരോ ഒഹോലോ എന്നത് ശമരിയയും ഒഹോലീബ എന്നത് യെരൂശലേമും ആകുന്നു. ഓക്കെ, ഇതിൽ വടക്കേ രാജ്യവും
തെക്കേ രാജ്യവും പ്രതിനിധീകരിക്കുന്നത് ഒരു മാതാവിൽ ജനിച്ച രണ്ട് പെൺമക്കളുമായിട്ടാണ്. ഈ രണ്ട് പെൺമക്കളും ഒരേ മാതാവാണ്. ഇവിടെ മാതാവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇസ്രായേൽ രാഷ്ട്രം, ഒരുമിച്ചുള്ള ഇസ്രായേൽ രാഷ്ട്രം. ഇസ്രായേൽ രാഷ്ട്രം എന്ന് വിളിക്കപ്പെടുന്ന ആ വൺ നേഷൻ, ഏകരാഷ്ട്രം. ഈ ദൈവം, യഹോവയായ ദൈവം ഇവരെ കനാൻ നാട്ടിൽ കൊണ്ടുവന്ന് സെറ്റിലാക്കി. നമ്മൾ ദൈവജനവും ചരിത്രം പഠിക്കുമ്പോൾ അവരെല്ലാം സെറ്റിലായാലും ശരി, ഗോത്രങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ചില പിരിമുറുക്കങ്ങളും പിണക്കവും ഒക്കെ ഉണ്ടായിരുന്നു അവർക്കുള്ളിൽ. അതേത് കാലഘട്ടത്തിലുള്ളതാണല്ലോ. പക്ഷെ അതിനൊന്നും വലിയ പ്രാധാന്യതയില്ലെങ്കിലും ശലോമോന്റെ കാലഘട്ടത്തിന് ശേഷം, മരണശേഷം, ആ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. ഈ രാജ്യം രണ്ടായി പിരിഞ്ഞു. 10 ഗോത്രങ്ങൾ അടങ്ങുന്ന വടക്കേ രാജ്യവും 2 ഗോത്രങ്ങൾ അടങ്ങുന്ന തെക്കേ രാജ്യവും ഇങ്ങനെ രണ്ടായി വിഭജിക്കപ്പെട്ടു. അധികാര കേന്ദ്രസ്ഥാനമായി തെരഞ്ഞെടുത്തു. അതിനെയായിരുന്നു പ്രധാനപ്പെട്ട സെൻട്രായി കണ്ടത്. അവർ മിസ്രൈം മുതൽ, അഥവാ ഈജിപ്റ്റ് മുതൽ സലോമോൻ രാജാവിന്റെ മരണം വരെ ഒറ്റ രാഷ്ട്രമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഈജിപ്റ്റ് മുതൽ അവർ വിശ്വസ്തരായിരുന്നില്ല. ഇത് 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, ഒരമ്മയുടെ മക്കളാവുന്ന 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർ മിസ്രൈമിൽ വെച്ച് പരസംഗം ചെയ്തു. യൗവനത്തിൽ തന്നെ അവർ പരസംഗം ചെയ്തു. അപ്പോൾ മിസ്രൈം തൊട്ട് ഇവർ ദൈവത്തോടെ വിശ്വസ്തരല്ലായിരുന്നു എന്ന് എടുത്തു പറയുന്നു. നമ്മൾ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈജിപ്തിലെ ദൈവങ്ങളുമായി ഇവർക്ക് വളരെ ബന്ധമുണ്ടായി. ഈജിപ്തിലുള്ള ദൈവങ്ങൾ, ജാതികളും അവരുടെ ദൈവങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ ഒരു ചിത്രമാണ് നമ്മൾ പഴയ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈജിപ്തിലുള്ള ജാതികളും ഇസ്രായേൽ ജനവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിലൂടെ മിസ്രൈമിലെ ദൈവങ്ങളെ അവർ ദൈവമായി കണ്ട് അതിനെ അവർ ആരാധിച്ചിരുന്നു. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനം പുറപ്പെടുമ്പോൾ അവർ പുറപ്പെടുന്ന കൂട്ടത്തിൽ അവരുടെ കൂടെ ഒരു മിശ്ര ജാതി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും പുറപ്പെട്ടിരുന്നു. അതിന്റെ അർത്ഥം അപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന അത്രമാത്രം ഈ മിശ്ര ജാതിക്ക് ഇസ്രായേലുമായി വളരെ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അവരുടെ സംസ്കാരങ്ങളും അവരുടെ വ്യാജ ദൈവങ്ങളും അവരുടേതായിരിക്കുന്ന ആരാധനകളൊക്കെ പങ്കെടുക്കുകയും ഇവരും ആ നിലയിൽ ചെയ്തു വന്നിരുന്നു എന്ന് നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയും. ഈ വ്യാജ ദൈവങ്ങൾക്ക്, അതായത് ഈ ജാതികളുടെ വ്യാജ ദൈവങ്ങൾക്ക് രാഷ്ട്രത്തിലും അവരുടെ രാഷ്ട്രീയത്തിലും വലിയ പ്രാധാന്യത അവർ കൊടുത്തിരുന്നു. ഈജിപ്തുകാര് അവർ ദൈവങ്ങളെ രാഷ്ട്രത്തിന്റെ അകത്ത് വലിയൊരു ആളായി കണ്ടിരുന്നു. അവരുടെ രാഷ്ട്രീയത്തിനകത്തും അവരുടെ ദൈവങ്ങളെ വലുതായി കണ്ടിരുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. പുറപ്പാട് പുസ്തകം 5:2 വായിച്ചു. പുറപ്പാട് പുസ്തകം
5-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം. എക്സോഡസ് ചാപ്റ്റർ 5 വേഴ്സ് 2. അതിന് ഫറവോൻ, ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവനാർ? ഞാൻ യഹോവയെ അറിയുകയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അവിടെ ഫറവോൻ ചോദിക്കുന്നു, എബ്രായരുടെ ദൈവത്തെ ആരാധിപ്പാൻ വിട്ടയക്കണമെന്ന് പറയുമ്പോൾ ഫറവോൻ ചോദിക്കുന്ന അതിന് എബ്രായരുടെ ദൈവത്തെ ഞാൻ എങ്ങനെ അറിയും? അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രാജ്യത്തുള്ള ഞങ്ങളുടെ ദൈവം അതാണ് ഉന്നതം. അതിനപ്പുറത്ത് നിങ്ങളുടെ ദൈവത്തിനൊന്നും വലിയ പ്രാധാന്യത ഒന്നും ഞങ്ങൾ കൊടുക്കാറില്ല. അത് അവൻ ആരാ? നമ്മൾ സാധാരണ കേൾക്കുന്നൊരു പദപ്രയോഗമുണ്ട്. മധ്യസ്ഥ അണയ്ക്കാൻ പോകുമ്പോൾ പറയും, അവന്റെ വാക്ക് കേൾക്കാൻ അവനാരാ? സാധാരണ ആളുകൾ പറയുന്നതാണ്, അവന്റെ വാക്ക് കേൾക്കാൻ അവനാരാ എന്ന് പറയാൻ അത്രമാത്രം വില കൊടുക്കുന്നില്ലെന്നർത്ഥം. ഈ ഫറവോൻ അതിന് മുമ്പ് പറയുന്നുണ്ട്, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ആർക്ക് കഴിയും? ഇത് തന്നെയാണ് നെബൂഖദ്നേസർ ഒരിക്കൽ എബ്രായ ബാലന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവത്തിന് ഞാൻ എൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ദൈവത്തിന് ആണ് പവർ കൂടുതലെന്ന് അവർ ചിന്തിക്കുകയും വിശ്വസിക്കുകയും അങ്ങനെ കരുതുകയും ചെയ്തിരുന്നു. അവിടെ നെബൂഖദ്നേസർ ചോദിക്കാൻ കാര്യം, നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ദേവൻ ആരെന്ന് ചോദിക്കാൻ കാരണം, നിങ്ങളെ ദേവന്റെ ഇരിക്കുന്നതായ ആലയത്തിന്റെ അകത്ത് വന്നോ യെരൂശലേമിന്റെ അകത്ത് വന്ന് ഞാൻ യുദ്ധം ചെയ്ത് നിങ്ങളെ പിടിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടും ഞാൻ ഈ രാജ്യത്ത് വന്നു, നിങ്ങളുടെ ദേവൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങളുടെ ദേവനാണ് നിങ്ങളുടെ ദേവനേക്കാൾ പവർ. അതുകൊണ്ട് ആ ദൈവത്തിന്റെ രാജ്യത്ത് നിന്നും നിങ്ങളുടെ ദൈവത്തിന് വന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. അപ്പൊ അത് അവരുടെ ചിന്താഗതിയായി. അപ്പൊ അതുകൊണ്ട് ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ആരംഭം കുറിക്കുന്നത് ഈജിപ്തിൽ നിന്നാണ്. അവർ ഈജിപ്തിലായിരുന്ന സമയം മുതൽ അവർ ദൈവത്തോട് അവിശ്വസ്തരായിരുന്നു, അവർ പരസംഗം ചെയ്തിരുന്നു എന്ന് ദൈവം ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് വടക്കേ രാജ്യമായാലും കൊള്ളാം, തെക്കേ രാജ്യമായാലും കൊള്ളാം. നാം അവിടെ ചരിത്രം പഠിച്ചു നോക്കിയാൽ ചരിത്രത്തിലുടനീളം അവർ ദൈവത്തോട് അവിശ്വസ്തത ചെയ്തു, പരസംഗം ചെയ്തു എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ 2 മക്കളുടെ പേര് പറയുന്നത്, പെൺമക്കളുടെ പേര്. ഒന്നിന്റെ പേര് ഒഹോല, മറ്റൊന്നിന്റെ പേര് ഒഹോലിബ എന്നാണ്. ഈ 2 സഹോദരിമാരെ പേരാരംഭിക്കുന്ന ഒരേ പദത്തിൽ നിന്നാണ്. സഹോദരന്മാർക്ക് സഹോദരിമാർക്ക് സമാനമാകുന്ന പേരുകൾ നൽകുന്നത് വളരെ സാധാരണമാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിലുണ്ട് മക്കൾ ജനിച്ചാൽ ആ മക്കളുടെ ആദ്യത്തെ അക്ഷരം എല്ലാം സെയിം ആയിരിക്കും. ഏകദേശം സാമ്യതയുള്ള പേരുകളാണ് ഇടുന്നത്. ഇത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈ ഒഹോല, ഒഹോലിബ ഈ 2 പദങ്ങൾ എബ്രായ പദങ്ങളാണ്. ഈ 2 പദങ്ങളും ഒഹേൽ എന്ന് പറയുന്ന ഒരു എബ്രായ പദത്തിൽ നിന്നുണ്ടായതാണ്. ഒഹേൽ എന്ന് പറയുന്ന പദത്തിൽ നിന്നുണ്ടായത്. ഒഹേൽ എന്ന വാക്കിന്റെ അർത്ഥം എ ടെന്റ്, കൂടാരം എന്നാണ്. കൂടാരം. ഒഹേൽ എന്ന വാക്കിന്റെ അർത്ഥം കൂടാരം എന്നാണ്. ഇത് കൂടാരമുള്ള ആരാധനാ സ്ഥലം അഥവാ കൂടാരം കെട്ടിയ ആരാധനാലയം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. വേദപണ്ഡിതന്മാർ പറയപ്പെടുന്നത് ഒരുപക്ഷെ
മരുഭൂമിയിലെ സമാഗമന കൂടാരത്തെ കുറിച്ചായിരിക്കാം ഇത് പറയുന്നത്. അല്ല എങ്കിൽ ജാതികളെ ഏതെങ്കിലും ദൈവത്തിന്റെ കൂടാരത്തെ കുറിച്ചായിരിക്കാം ഇവിടെ പറയുന്നത് എന്ന് അവർ അഭിപ്രായപ്പെടുന്നു. ഒഹോലയുടെ അർത്ഥം, ഒഹോല എന്ന പറയുന്ന പദം വടക്കേ രാജ്യമാകുന്ന അതിനെ സാമ്യപ്പെടുത്തിയ പറയുന്നത്, അതിനോട് ബന്ധത്തിൽ. അതിന്റെ അർത്ഥം അവളുടെ കൂടാരം എന്നാണ്. അവളുടെ കൂടാരം, ആ കൂടാരക്കാരി എന്നും പറയപ്പെടുന്നുണ്ട്. ഒഹേലെ എന്ന് പറയുന്ന അർത്ഥം. ഒഹേലിബയുടെ അർത്ഥം അവളുടെ കൂടാരം എന്റേതാണ്, എന്റെ കൂടാരം അവളിൽ എന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ ഈ പദപ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അവളുടെ കൂടാരം എന്റേതാണ്, എന്റെ കൂടാരം അവളിൽ എന്നാണ്. ഒരുപക്ഷെ ഇത് യെരുശലേമിനെ കുറിച്ചായിരിക്കാം ഈ പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആദ്യത്തെ ഒഹേല എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, അവളുടെ കൂടാരം എന്നാണ്. ഒഹേലിബയുടെ അർത്ഥം എന്റെ കൂടാരം അവളിൽ എന്നാണ്, അല്ലെങ്കിൽ അവളുടെ കൂടാരം എന്റേതാണ്. അപ്പൊ അതൊരു പക്ഷെ യെരുശലേമും യെരുശലേം ദേവാലയവും അഥവാ സമാഗമന കൂടാരത്തെ കുറിച്ചായിരിക്കാം അത് പറഞ്ഞു. വടക്കേ രാജ്യത്തിലേക്ക് വരുമ്പോൾ, അന്ന് വിഭജിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ വടക്ക് രാജ്യത്തുള്ള ജനം തെക്കേ രാജ്യത്ത് വന്ന് യെരുശലേമിൽ ആരാധനയ്ക്ക് പങ്കുകൊള്ളാതിരിക്കേണ്ടതിന് ജനത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടുവാൻ വേണ്ടി അന്നത്തെ രാജാവ് ജെരോബെയാം ഇവർക്ക് പലർക്കും പലയിടത്തും ദേവാലയങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഒരുപക്ഷെ അതിനെ ബേസ് ചെയ്തായിരിക്കാം അവിടെ പറയുന്ന പദപ്രയോഗം. എന്തായാലും എന്തുകൊണ്ട് ദൈവം ഈ പദം നൽകി എന്നതിനെ കുറിച്ച് ഉറപ്പായിട്ട് നമുക്കൊന്നും അറിയത്തില്ല. ഒഹോല എന്ന് പറയുന്ന പദം ഇസ്രായേൽ അഥവാ വടക്കേ രാജ്യത്തിന് വേണ്ടി പറയുന്നതാണ്. ഒഹേലിബ എന്ന് പറയുന്നത് യഹൂദ അഥവാ യെരുശലേമിനെ പ്രതിനിധീകരിച്ച് പറയുന്ന പദപ്രയോഗം. ഇനി 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവരിൽ മൂത്തവൾക്ക് ഒഹോല എന്നും ഇളയവൾക്ക് ഒഹേലിബ എന്നും പേരാകുന്നു. അവർ എനിക്കുള്ളവരായിരുന്നു, പുത്രന്മാരെയും പുത്രിമാരെയും പ്രസവിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം ദൈവം യഹോവയുടെ മണവാട്ടികളായി പ്രത്യേകമായി അതിനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അവിടെ 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയാം, അവൾ എന്റേതായിരുന്നു എന്നെടുത്ത് പറയുന്നു. അവർ എനിക്കുള്ളവളായിരുന്നു, പുത്രന്മാരെയും പുത്രിമാരെയും പ്രസവിച്ചു. അപ്പോൾ യഹോവയുമായിട്ടുള്ള ബന്ധത്തിൽ യഹോവയുടെ മണവാട്ടികളായി അവർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. എന്നാൽ അവർ അവിശ്വസ്തരായി തീർന്നു. അവർ എനിക്കുള്ളവളായിരുന്നു, പുത്രന്മാരെയും പുത്രിമാരെയും പ്രസവിച്ചു. അതിനർത്ഥം ഇപ്പോൾ യഹോവയുമായിട്ട് ഞാൻ ബന്ധവുമില്ല, അവർ പരസംഗം ചെയ്തു എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കാം. ഇനി നമുക്ക് അതിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കും. 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. എന്നാൽ ഒഹോല എന്നെ വിട്ട് പരസംഗം ചെയ്തു. ഓക്കെ. ഒഹോല എന്നെ വിട്ട് പരസംഗം ചെയ്തു. അതായത് മൂത്ത പെൺകുട്ടി, അവൾ ആദ്യം പാപം ചെയ്തു, ദുർനടപ്പായി ആചരിച്ചു. ദൈവം അവളെ ആദ്യം തന്നെ ശിക്ഷിച്ചു. 2 പേർക്കും കുട്ടികളുണ്ടായിരുന്നു.
അവർ യഹോവയ്ക്കുള്ളവരായിരുന്നു. കുട്ടികൾ എന്ന് പറയുന്നത് ആ രാജ്യത്തെ ജനങ്ങളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 6 മുതൽ വാക്യങ്ങൾ ഒന്ന് വായിച്ചു. അവൾ ധൂമ്ര വസ്ത്രം ധരിച്ച ദേശാധിപതികളും സ്ഥാനാപതികളും ഒട്ടൊഴിയാതെ മനോഹര യുവാക്കളും കുതിരപ്പുറത്ത് കയറി ഓടിക്കുന്നവരുമായ സമീപസ്ഥരായ അശൂര്യ ജാരന്മാരെ മോഹിച്ചു. അശൂര്യ ശ്രേഷ്ഠന്മാരായവരോട് ഒക്കെയും തന്റെ വേശ്യാവിദ്യകളെ ചെലവഴിച്ച് താൻ മോഹിച്ചു പോന്ന ഏവരുടെയും സകല വിഗ്രഹങ്ങളെയും കൊണ്ട് തന്നെത്താൻ മലിനയാക്കി. മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന തന്റെ വേശ്യാവൃത്തിയും അവൾ വിട്ടില്ല. അവർ അവളുടെ യൗവനത്തിൽ അവളോട് കൂടെ ശയിച്ചു. അവളുടെ മതിയല്ല. ഇവിടെ പരസംഗം ചെയ്തതായിട്ടാ പറയുന്നത്. ആദ്യം പറഞ്ഞ ശമരിയ, വടക്കേ രാജ്യം ഇസ്രായേൽ. യഹോവയിൽ നിന്ന് അകന്നു പോയത് ശമരിയ ഉൾപ്പെട്ട ഇസ്രായേൽ രാഷ്ട്രമാകുന്ന വടക്കേ രാജ്യം. ഞാൻ മുമ്പേ ഓർപ്പിച്ച ശമരിയ അതിന്റെ ക്യാപിറ്റൽ ആയിരുന്നു. വടക്കേ രാജ്യത്തിന്റെ ക്യാപിറ്റൽ, തലസ്ഥാനം എന്ന് പറയുന്നത് ശമരിയ. അവളുടെ സുരക്ഷതയ്ക്ക് വേണ്ടി അവൾ യഹോവയിൽ ആശ്രയിക്കാതെ അവൾ ശക്തരായ മറ്റു രാജ്യങ്ങളുമായി കരാറുകൾ ഉണ്ടാക്കി. അവരുടെ സുരക്ഷിതയ്ക്ക് വേണ്ടി. യഹോവയ്ക്ക് എന്നെ വിടുവിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമൊന്നും ഇല്ല. അതുകൊണ്ട് മാനുഷികമാകുന്ന ഒരു നിലപാടിൽ കൂടെ അയൽ രാജ്യങ്ങളുമായി കരാറുകൾ ഉണ്ടാക്കി. അങ്ങനെ അവൾ അശൂർ അഥവാ സീറിയൻ നേതാക്കളുമായി ബന്ധപ്പെട്ടു. അവളെ സഹായിക്കണമെന്ന് അശൂരിനോട് അഥവാ അസീറിയയോട് ആവശ്യപ്പെട്ടു. നമുക്ക് യഹോവയായ ദൈവം അവരെ ശാസിക്കാനുള്ള പ്രധാന കാരണം ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ദൈവത്തോടുള്ള ആ ബന്ധം വിട്ടിട്ട് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കാതെ അവർ ലോകപ്രകാരമുള്ള രാജ്യങ്ങളുടെ പവർ കണ്ടിട്ട് അവരിൽ ആശ്രയിക്കുകയും അവരോട് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവരെ പുറകെ നടന്നതാണ് വാസ്തവത്തിൽ ഇവരോട് ദൈവത്തിനുണ്ടാകാനുള്ള കോപത്തിന് ഒരു കാരണമെന്ന് പറയും. 2 രാജാക്കന്മാരുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. അതാ ഓക്കെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 2 Kings chapter 15 verses 19 ഒന്ന് വായിച്ചേ. അശൂർ രാജാവായ പൂൽ ദേശത്തെ ആക്രമിച്ചു. പൂൽ തന്നെ സഹായിക്കേണ്ടതിന് രാജ്യത്വം തനിക്ക് ഉറപ്പാക്കേണ്ടതിനുമായി മെനഹേം അവന് 1000 താലന്ത് വെള്ളി കൊടുത്തു. അശൂർ രാജാവിന് കൊടുപ്പാൻ മെനഹേം ഈ ദ്രവ്യം ഇസ്രായേലിലെ ധനവാന്മാരെ ഒക്കെയും 50 ശേക്കെൽ വെള്ളി വീതം പിരിച്ചു. അങ്ങനെ അശൂർ രാജാവ് ദേശത്ത് താമസിക്കാതെ മടങ്ങിപ്പോയി. നോക്കണം, ഇവിടെ കാണാൻ കഴിയുന്നത് ഈ മെനഹേം എന്ന് പറയുന്ന ഇസ്രായേലിലെ രാജാവ് അസീറിയൻ രാജാവാകുന്ന പൂലുമായി ബന്ധത്തിലേർപ്പെട്ടു. ഞങ്ങളെ സഹായിക്കണം. അവന് കിട്ടിയ സമയമല്ലേ. അങ്ങനെ അവർ സഖ്യതയിൽ ഏർപ്പെടുന്നു, അലയൻസിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഏർപ്പെട്ടതിന്റെ ഫലമായിട്ട് ഇവിടുന്ന് കുറെ കാര്യങ്ങൾ കൊണ്ടുപോയ കാര്യമാണ് നമ്മൾ വായിച്ചത്. നോക്കണം, അശൂർ രാജാവിന് കൊടുപ്പാൻ മെനഹേം ഈ ദ്രവ്യം ഇസ്രായേലിലെ ധനവാന്മാരുടെയൊക്കെയും 50 ശേക്കൽ വെള്ളി വീതം പിരിച്ച് അങ്ങനെ അശൂർ രാജാവ്
ദേശത്ത് താമസിക്കാതെ മടങ്ങിപ്പോയി. നോക്കണം, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയമില്ലാത്തതിന്റെ ഫലമായി അവിടെ പിതാക്കന്മാരാകുന്ന ശോളമനും ദാവീദും ഒക്കെ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചാണ് തങ്ങളെ ഏൽപ്പിച്ചിരുന്ന രാജ്യഭാരം അവർ ചെയ്തിരുന്നു. എന്നാൽ കാലങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ ദൈവത്തിലുള്ള ആശ്രയം വിട്ടു. ലോക മനുഷ്യരിലേക്ക്, ലോക ശക്തികളിലേക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവിടേക്ക് അവർ തിരിയുവാൻ തുടങ്ങി. അതാണ് അവർ അധപ്പതനത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്നതാണ്. നമുക്കറിയാം, യഹോവയായ ദൈവം ഇസ്രായേലിൽ നിന്ന് അവരെ പുറപ്പെടുവിച്ച് മരുഭൂമിയിലൂടെ വന്നപ്പോൾ മോശയുടെ നേതൃത്വത്തിൽ എത്ര രാജ്യങ്ങൾ ഇവർക്കെതിരെ വന്നു. ആ സമയങ്ങളൊക്കെ സഹായിച്ചത് ഒരു അശ്ശൂരും ഒരു ഈജിപ്തും ഒന്നുമല്ല അവരെ സഹായിച്ചത്. യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ് യഹോവയായ ദൈവം നേരിട്ട് യുദ്ധം ചെയ്താണ് തൻ്റെ ജനത്തെ അതിലൂടെ നടത്തി കനാൻ നാട്ടിൽ കൊണ്ടെത്തിച്ചു. എല്ലാം സെറ്റപ്പായി കഴിഞ്ഞപ്പോൾ, തലമുറകൾ മാറി വന്നപ്പോൾ, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കാതെ മാനുഷികമാകുന്ന ചിന്താഗതിയിലൂടെ അവർ ലോക ജനതയിലേക്ക്, ലോക പ്രഭുക്കന്മാരിലേക്ക് ആശ്രയിച്ചു. 112 സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യരിൽ ആശ്രയിക്കല്ലേ, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. നോക്കണം, ആ നിലയിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇവർ അതെല്ലാം വിട്ടിട്ട് മനുഷ്യരിലേക്ക് ആശ്രയിച്ചു. ഇനി നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ച്. 2 Kings chapter 16, 7 and 9. Read. ആഹാസ് അശ്ശൂർ രാജാവായ തിഗ്ലത്ത്-പിലേസരിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ഞാൻ നിന്റെ ദാസനും നിന്റെ പുത്രനുമാകുന്നു. നീ വന്ന് എന്നോട് എതിർത്തിരിക്കുന്ന ആരാം രാജാവിന്റെ കയ്യിൽ നിന്നും ഇസ്രായേൽ രാജാവിന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമെന്ന് പറയിച്ചു. അതിനായിട്ട് ഇനി 9. അശ്ശൂർ രാജാവ് അവന്റെ അപേക്ഷ കേട്ടു. അശ്ശൂർ രാജാവ് 8-ാമത്തെ വാക്യം വായിച്ചു. 8, 9. അതിനായിട്ട് ആഹാസ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയും പൊന്നും എടുത്ത് അശ്ശൂർ രാജാവിന് സമ്മാനമായി കൊടുത്തയച്ചു. അശ്ശൂർ രാജാവ് അവന്റെ അപേക്ഷ കേട്ടു. അശ്ശൂർ രാജാവ് ദമശ്കേക്കിലേക്ക് ചെന്ന് അതിനെ പിടിച്ച് അതിലെ നിവാസികളെ കീഴിലേക്ക് ബദ്ധരാക്കി കൊണ്ടുപോയി മെസീനയെ കൊന്നുകളഞ്ഞു. നോക്കണം, ഇവിടെ തെക്കേ രാജ്യത്തിലെ രാജാവ് ആഹാസ്. ഈ ആഹാസ് സഖ്യത ബലപ്പെടുത്തുന്ന തിഗ്ലത്ത്-പിലേസറുമായിട്ട് ഒരു സഖ്യതയിൽ ഏർപ്പെട്ടു. അതിന് ചെയ്തത് എന്തൊക്കെ ചെയ്തത്? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു. ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയുന്നത് 8-ാമത്തെ വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ആകാശ് 1 ഞാൻ നിന്റെ ദാസനും നിന്റെ പുത്രനുമാകുന്നു. നീ വന്ന് എന്നോട് എതിർത്തിരിക്കുന്ന അരാം രാജാവിന്റെ കയ്യിൽ നിന്നും ഇസ്രായേൽ രാജാവിന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. 2-ാമത്, അവനെ എവിടെ കൊണ്ടുവന്നു? ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളി പൊന്നും എടുത്ത് അശ്ശൂർ രാജാവിന് സമ്മാനമായി കൊടുത്തയച്ചു. നോക്കണം, ദൈവത്തിൽ ആശ്രയമില്ലാതെ വന്നതിന്റെ ഫലമായി ഭയന്നിട്ട് പേടിച്ചിട്ട് അരാം രാജാവ് അവനെ ആക്രമിക്കല്ലേ, ഇസ്രായേൽ രാജാവ് ഒന്ന് ആക്രമിക്കല്ലേ, അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഇദ്ദേഹം പോയി പിടിച്ചത് അശ്ശൂർ രാജാവാകുന്ന തിഗ്ലത്ത്-പിലേസറിനെയാണ്. എന്നിട്ട് ആലയത്തിന്റെ അകത്ത് വന്ന വെള്ളിയും
അവിടെ നിന്ന് കിട്ടിയതെല്ലാം പിറക്കിയെടുത്ത് അവൻ അയച്ചു കൊടുത്തു. ആലയത്തിൽ വരുന്ന നന്മകൾ അത് ആലയത്തിന് വേണ്ടി കൊടുത്തതാണ്. അതെടുത്ത് നേരെ കൊടുത്തത് അയൽ രാജ്യത്തിലെ രാജാവിന്. നോക്കണം, ഈ നിലയിൽ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയമില്ലാത്തോട് സംഭവിക്കുന്നു. ഇനിയും 2 രാജാക്കന്മാരുടെ പുസ്തകം 17:3 വായിച്ച്. അവന്റെ നേരെ അശൂർ രാജാവായ ശൽമനസ്സേർ പുറപ്പെട്ടു വന്നു. ഹോശേയ അവന് ആശ്രിതനായി തീർന്ന് കപ്പം കൊടുത്തു വന്നു. നോക്കണം, അശൂർ രാജാവായ സൽമനേസർ പുറപ്പെട്ടു വന്നു. ഹോശേയ അവന് ആശ്രിതനായി തീർന്നു, അവന് കപ്പം കൊടുത്തു വന്നു. ഇനിയും ഹോശേയയുടെ പുസ്തകം 8-9 വാക്യം വെച്ച്. ഹോശേയ ചാപ്റ്റർ 8:9. അവൻ തനിച്ച് നടക്കുന്ന കാട്ടുകഴുത പോലെ അശൂരിലേക്ക് പോയി. എഫ്രൈം ജാരന്മാരെ കൂലിക്ക് വാങ്ങിയിരിക്കുന്നു. ഹോശേയ പ്രവാചകൻ പറയുന്ന ഭാഗമാണിത്. തനിച്ച് നടക്കുന്ന കാട്ടുകഴുതയെ പോലെ അവൻ അസീറിയയിലേക്ക് പോയി, ഒറ്റപ്പെട്ടു പോയി. നോക്കണം, ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് മെനഹേമ് പോയിട്ട് പൂലുമായി, അസീറിയൻ രാജാവ് പൂലുമായി സഖ്യത്തിൽ ഏർപ്പെടും. ആകാശ് വന്നിട്ട് തിഗ്ലത്-പിലേസറുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നു. ഹോശേയ വന്നിട്ട് സൽമനേസറുമായി സഖ്യത്തിൽ ഏർപ്പെടുന്നു. ഈ സഖ്യത്തിൽ ഏർപ്പെടുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കാത്തത്. ഇനി അങ്ങനെ ആശ്രയിക്കുമ്പോൾ അവർ കരാർ ചെയ്യുന്നുണ്ട്. അത് നമ്മളെ തുടർന്നുള്ള ഭാഗങ്ങളിൽ പഠിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞു നിർത്താം. ആ കരാർ ഇതാണ്: ഏത് രാജ്യത്തെ ആശ്രയിക്കുന്നു ആ രാജ്യത്തിലെ ദൈവത്തെ വേണം നിങ്ങൾ ഇനി ഇവിടെ ആരാധിക്കേണ്ടത്. അതാണ് കരാർ. അവർ അശൂർ രാജാവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ രാജാവിന്റെ കീഴിലാണെങ്കിൽ നാളെ തൊട്ട് അശൂരിലെ ദൈവത്തെ വേണം ഇസ്രായേലിന്റെ ജനത്തിനിടയിൽ ആരാധനയ്ക്കായി ഉപയോഗിക്കേണ്ടത്. ഇതാണ് കരാർ. നോക്കണം, ഇതെവിടെ സംഭവിക്കുന്ന ദൈവത്തിൽ ആശ്രയം വെക്കാത്തത് കൊണ്ട്, ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കാത്തത് കൊണ്ട്, ദൈവത്തിൽ ആശ്രയിക്കാത്തത് കൊണ്ട് ലോക മനുഷ്യരിലേക്കും ലോകശക്തികളിലേക്കും നമ്മുടെ കണ്ണുകൾ തിരിക്കുന്നു. നമ്മുടെ ലക്ഷ്യം മുഴുവൻ അവിടേക്ക്. അങ്ങനെ വരുമ്പോൾ അവർ സഹായത്തിന് വന്നാലും അതിനകത്തോട് ചെയ്തെടുക്കുന്നത് യഹോവയായ ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ള വ്യാജ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ജനം ആയിത്തീരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ എൻ്റെ വാക്കിനെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ രാത്രി നിങ്ങളെ ഓർപ്പിച്ചുണർത്തുന്ന കാര്യം, യഹോവയായ ഇങ്ങനെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടുന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ ദൈവമെന്ന് അവർ വ്യക്തമായി പറഞ്ഞിരുന്നു. അവർ അത് അങ്ങനെ ചെയ്തിരുന്നവർ പിതാക്കന്മാർ. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സങ്കീർത്തനവും ആ വേദവാക്യങ്ങളൊക്കെ അവർ പുച്ഛിച്ച് തള്ളിയിട്ടെ ലോക മനുഷ്യരിലേക്ക് അവരെ കണ്ണുകൾ ഉയർത്തി, ലോകശക്തികളിലേക്ക് കണ്ണുകൾ ഉയർത്തി. തന്നിമിത്തം അവർ പരാജയത്തിലേക്ക് പോയി, അധപ്പതിച്ചു പോയി. രാജ്യം നഷ്ടപ്പെട്ടു, രാഷ്ട്രം നഷ്ടപ്പെട്ടു, സകലവും നഷ്ടപ്പെട്ട അനുഭവത്തിലേക്ക് അവർ നീങ്ങി. ഈ രാത്രിയിൽ ദൈവജനത്തോട് ഈ വാക്യത്തെ പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവമാണ് നമ്മളെ വിളിച്ചിറക്കിയതെങ്കിൽ നമ്മുടെ ആശ്രയം മുഴുവൻ ദൈവത്തിലായിരിക്കണം. നമ്മുടെ കണ്ണുകൾ എപ്പോഴും ദൈവത്തിലേക്കാകണം. നമ്മൾ ലോക മനുഷ്യരിലേക്കോ ലോകശക്തികളിലേക്കോ ലോകരാഷ്ട്രങ്ങളിലേക്കോ നമ്മൾ ശ്രദ്ധിച്ചാൽ ദൈവത്തോട് നമ്മൾ അവിശ്വസ്തരായിത്തീർന്നു, ദൈവത്തോട് നമ്മൾ അവിശ്വസ്ത കാണിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട്
ദൈവം പറഞ്ഞു, ഞാൻ ലോകാവസാനത്തെ എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളെ കൈവിടില്ല, ഉപേക്ഷിക്കില്ല, അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ വാഗ്ദത്തമുണ്ട്. അതുകൊണ്ട് ലോകശക്തികളിലേക്ക്, ലോകപ്രഭുക്കന്മാരിലേക്ക്, ലോക സാമ്രാജ്യങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താതെ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പല വിശ്വാസികളുടെയും പാസ്റ്റർമാരുടെയും കണ്ണുകളും മറ്റും രാഷ്ട്രീയ പാർട്ടികളിലേക്കാണ്. ഇന്ന് പകൽ രാത്രികാലം പറയട്ടെ, നമ്മുടെ ലക്ഷ്യം ദൈവത്താൽ കഴിയാത്ത ഒന്നുമില്ല, ദൈവത്തിലായിരിക്കട്ടെ. നമ്മുടെ കണ്ണുകൾ അവിടേക്കായിരിക്കട്ടെ. നമ്മുടെ ശ്രദ്ധ മുഴുവൻ നമ്മുടെ കർത്താവിലായിരിക്കട്ടെ. അങ്ങനെ ആയിരിക്കുന്നെങ്കിൽ ഈ ഭൂമിയിൽ വിജയകരമായിരിക്കുന്ന ക്രിസ്തു ജീവിച്ചിരിപ്പാൻ നമുക്ക് ദൈവം കൃപ നൽകും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വാഴ്ചയിൽ ദൈവത്തിന്റെ ആയുസ് മുഴുവൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ദൈവത്തിന്റെ ആത്മാ നമ്മെ സഹായിക്കേണ്ടത് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.